ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക വറ്റലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കാം. അധികം ചിലവൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. ഒരു ചക്കയുണ്ടെങ്കിൽ നമുക്കിത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചാലും തണുക്കാത്ത വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചക്ക വറ്റല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല മൂത്തൊരു ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവോട്ട ചക്കയ്ക്ക് വേണ്ടത്. ഇനി നമുക്കിതിന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം. ചുള നല്ലപോലെ മൂക്കണം, കുരു നല്ലപോലെ മൂത്തൊരു കുരുവായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചക്ക വറ്റൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു പരുവായിരിക്കണം നമ്മുടെ ചുളയ്ക്കെല്ലാം ഉണ്ടാവേണ്ടത്. ഇനി ഞാൻ ആ ചുളയെല്ലാം നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ചക്ക വറ്റല കേട്ടോ. എത്ര ദിവസം എടുത്ത് വെച്ചാലും ഇത് തണുത്തൊന്നും പോകില്ല. ഞാൻ എല്ലാ ചുളയും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതിൻ്റെ നൂഞ്ഞലില്ലേ, ഇതെല്ലാം നല്ലപോലെ കളയണം. ഇതെല്ലാം വയറ്റിൽപ്പെട്ടാൽ വയറുവേദന എടുക്കും കേട്ടോ. ഇതുപോലെ ഇനി രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം ആ ചക്കക്കുരുവൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ ചക്കക്കുരു പൊരിക്കുന്ന വീഡിയോ ഞാൻ പഴയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ ആട്ടോ അത്. ഇനി നമുക്കിത് ഈ ഓരോ ചുളയെയും ഒരു 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചക്ക വറ്റൽ തണുത്ത് പോയാൽ പെട്ടെന്ന് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചക്ക വറ്റൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ ചക്കയും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്കാട്ടോ നമ്മുടെ ചക്ക വറ്റലിന് വേണ്ടത്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് എണ്ണ ചൂടാകണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചക്ക വറ്റൽ കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച ചക്കയുടെ പീസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒഴിക്കുമ്പോൾ നിറയെ എണ്ണ ഒഴിക്കണമെങ്കിലും വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മുടെ ചക്കവറ്റൽ കുടിക്കുള്ളൂ. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് സിമ്മിൽ വെക്കാം. ഇനി നമ്മൾ ഫുള്ളായിട്ട് സിമ്മിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ ചക്കവറ്റൽ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. സിമ്മിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നല്ലപോലെ ഒന്ന് ബബിൾസ് വന്ന് പൊന്തി വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം എടുത്ത് വെച്ചാലും നമ്മുടെ ചക്കവറ്റൽ തണുത്ത് പോകില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ. ചിലർ 2 പ്രാവശ്യമൊക്കെ ചക്കവറ്റൽ എണ്ണയിലിട്ട് കോരുന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടാൽ മതിയാകും. എത്ര ദിവസം വെച്ചാലും അത് തണുത്തും പോകില്ല. നമ്മുടെ ചക്കവറ്റൽ കണ്ടോ, ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ട് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചക്കവറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്കവറ്റലൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഈ സമയത്ത് ചൂട്ടോടെ തന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടെന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ ചൂട്ടോടെ തന്നെ ഉപ്പിട്ടാൽ തന്നെ മതിയാകും. അതാണ് നമ്മുടെ നല്ല പൊന്തി വന്നിട്ടുണ്ട് ചക്കവറ്റലൊക്കെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കവറ്റല കേട്ടോ. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് തണുക്കാതിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കവറ്റലാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ തണുത്തിട്ടല്ലേ കിട്ടുക. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.